എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുതിയാണല്ലോ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രേണുസുതിയാണ്. അപ്പോൾ രേണുസുതിയുടെ കാര്യം തന്നെ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പുതിയ ഒരു വാർത്ത ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു മിലിറ്ററിക്കാരനുമായിട്ട്, അതായത് ഒരു പട്ടാള ഓഫീസറുമായിട്ട് രേണുസുതിക്ക് പ്രണയം എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കണ്ടു. അപ്പോൾ പറഞ്ഞത് അങ്ങനൊന്നുമില്ല, അയാൾ എൻ്റെ ഒരു ഫാൻ മാത്രമാണ്. പക്ഷേ ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പാണ്, അതിങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്നു, അല്ലാതെ അതിനപ്പുറം എനിക്കൊന്നുമില്ല. പിന്നെ എങ്ങനെയാ പിന്നെ രേണുസുതി അതിനപ്പുറം ഒന്നുമില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെല്ലാം അതിനപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സമ്മതിക്കുമോ? ഇനി മിലിറ്ററി ഓഫീസറുമായിട്ട് അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പോഴുള്ള ഈ നെഗറ്റീവ് പറഞ്ഞ് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്, ശരിയല്ലേ? നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതെന്താണ് സപ്പോർട്ട് ചെയ്യാത്തത്? നിങ്ങൾ തന്നെയാണ് ഇത്രയും വഷളാക്കുന്നതും. നിങ്ങളുടെ വീഡിയോ തന്നെ കൂടുതലും ആൾക്കാർ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ കാരണം ഇത് തന്നെയാണ്. വടപ്രശ്നമോ അപ്പപ്രശ്നമോ അല്ലാത്ത പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണ് ഇതിങ്ങനെ വൈറലാക്കിക്കൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? എല്ലാവരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ നല്ലൊരു വെട്ടിലാണ് പെട്ടിരിക്കുന്നത്. നിങ്ങളെ ആരോ കൊണ്ടുപോയി നല്ലൊരു കേസിൽ കൊണ്ടുപോയി പെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഈ പറയുന്ന വർത്തമാനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അങ്ങനെ കാണത്തുള്ളൂ. അതിനൊക്കെ വളം വെച്ച് കൊടുത്തത് നിങ്ങളാണ്. നിങ്ങൾ സെലിബ്രിറ്റി ആയി. നിങ്ങളോട് ഇന്നാൾ ആരോ ഈ യൂട്യൂബർ തന്നെ ചോദിച്ചു, അപ്പോൾ നിങ്ങളുടെ ഈ കോമാളിത്തരങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു യൂട്യൂബറാണ് എന്താ ടിക്ക് ടാക്സ് എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ്. അവരാണ് ഈ കോമാളിത്തരങ്ങളൊക്കെ ചെയ്യുന്നത്. മനസ്സിലായില്ല നിങ്ങളുടെ ഈ വീഡിയോ പിടിക്കാൻ? അതുപോലെ തന്നെ നിങ്ങൾ ഒരു തുണിക്കടയിൽ കയറി ചെല്ലുന്നു, തുണി വലിയൊരു മറ്റേ മുണ്ട് പോലും എന്താ പറയുക, 50,000 രൂപ വരുന്ന മറ്റേ സാധനം അത് തുണിക്കടക്കാരൻ ഉടുപ്പിക്കുന്നു. എന്തോ ഒരിത്. അപ്പം അങ്ങനെ നിങ്ങളിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഏതോ ഒരു മിലിറ്ററി ഓഫീസറുമായിട്ട് പ്രണയത്തിലാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ അങ്ങനെയൊന്നുമില്ല. മിലിറ്ററി ഓഫീസറുമായിട്ട് പ്രണയത്തിലൊന്നുമല്ല. അങ്ങനെ ഒരാളുണ്ട്, എന്റെ ഫാനാണ്. ആള് ഫാൻ എന്ന് പറഞ്ഞപ്പോ ഇവളായ എന്താന്ന് കാരണമൊന്നും എനിക്കറിയത്തില്ല. ആളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. വല്ലപ്പോഴും ആണ് മെസ്സേജ് പോലും അയക്കാറുള്ളത്. പ്രണയത്തിലൊന്നും ആയിട്ടൊന്നുമില്ല. ഇത്രയും നാള് UK-ക്കാരനാകുന്നത്. ആരുമായിട്ടും ഈ ഒരു സമയത്ത് ആരുമായിട്ടും ഇനിയിപ്പോ പ്രണയം ഉണ്ടായാൽ പൊട്ടിപ്പോയോ തേച്ചോ അതൊക്കെ വഴിയേ നമുക്ക്. അതൊക്കെ ഈ ഒരു സൈഡിൽ കൂടെ അതൊക്കെ പേഴ്സണൽ കാര്യമാണ്. എന്തായാലും ഈ സമയത്ത് ഇപ്പൊ നിൽക്കുന്നിടത്ത് എനിക്ക് ആരുമായിട്ട് യാതൊരുവിധ പ്രണയവും ഇല്ല. അങ്ങനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സിനിമയിൽ ഇങ്ങനത്തെ സീൻ ഈ ആൾക്കാർ കണ്ടിട്ടില്ല. സിനിമയിൽ ഇതിലും കൂടിയ സീൻ കണ്ടിട്ടില്ലേ? അപ്പൊ എന്താ അത് അഭിനയമായിട്ട് കണ്ടാ പിന്നെ ഇത് അഭിനയമായിട്ട് കണ്ടാ പോരെ? ഇവിടെ ഞാനും ദാസേട്ടൻ കോഴിക്കോട് ഒരു റൂമിൽ ചെന്ന് അങ്ങനെ കാണിക്കുന്നല്ലോ. ക്യാമറാമാൻ ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, മറ്റു ആർട്ടിസ്റ്റുകൾ അപ്പുറം ഇപ്പുറം എല്ലാം നിൽക്കുമ്പോഴല്ലേ ഇത് അഭിനയിക്കുന്നത്. ക്യാമറ റോളിംഗ് ആക്ഷൻ ക്യാമറ പറയുമ്പോഴല്ലേ നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ ചുമ്മാ ചെയ്യുമല്ലോ. അതായത് ആ ഒരു പ്രൊമോഷന് വേണ്ടി ആ ഡയറക്ടർ ലച്ചു പറഞ്ഞത് ആ ഒരു ആൽബത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ആ സീൻ എടുത്തു വെച്ചത്. ആ സീൻ എന്ത് ചെയ്താലും ആൽബത്തിനകത്ത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സീൻ. അതുകൊണ്ടാണ് അവരത് ആൽബത്തിൽ ഉൾപ്പെടുത്താതെ പ്രൊമോഷനായിട്ട് കൊടുത്തത്. ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണ്. നെഗറ്റീവ് പറയുന്നത് അല്ലെങ്കിലും സുന്ദരിയല്ലേ? അത് രണ്ടുപേര് പാട്ടും കൂടി പിന്നെ മുഴുവനും മൂടും. മറ്റേ പർദ്ദ ഇട്ട പോലെ ചേച്ചി ഏത് കളർ സെലക്ട് ചെയ്യുന്നത്? കളർ ഇത് തന്നെ ഫിക്സ് ആക്കുന്നു. ഇതാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ
എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അതൊന്നും ആർക്കും വിമർശിക്കാൻ പറ്റത്തില്ല. വിമർശിച്ച് കഴിഞ്ഞാൽ അവരുടെ പേര് കേസ്, മറ്റുള്ളവരുടെ പേര് കേസ്, എന്തൊരു കോലാഹലങ്ങളാണ് അതിൻ്റെ ഇടയിൽ. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ അഭിനയമാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ എന്തെല്ലാം കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്, അതുപോലെ തന്നെയല്ലേ ഇത്. മലയാള സിനിമയൊക്കെ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് സീനുകളൊക്കെ ഉണ്ടായിരുന്നു, സംഭവം ശരിയാണ്. ഇപ്പോൾ ഒന്നും മലയാള സിനിമയെ പഴയ പോലുള്ള ഒരു പരിപാടികളൊന്നുമില്ല, മനസ്സിലായില്ലേ? മലയാള സിനിമ പഴയതിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. പഴയ കാലത്ത് അവളുടെ രാവുകൾ അതുപോലുള്ള സിനിമകളൊക്കെ, അതിലൊക്കെ ചിലപ്പോൾ സെക്സുവലായിട്ടുള്ള ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല, മനസ്സിലായില്ല? ക്യാമറമാൻ നിൽക്കുന്നു, മറ്റുള്ള ആർട്ടിസ്റ്റുകൾ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഈ പേക്കൂത്തുകളൊക്കെ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഒരു ലേശമെങ്കിലും കുറച്ചെങ്കിലും ഒരു നാണോ ഉളുപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പൊതുജനത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഈ വീഡിയോകളൊക്കെ ഇറക്കി വിടുമോ? എന്നിട്ട് അതിന് പേര് ചെയ്ത് കഴിഞ്ഞാൽ, റിയാക്ട് ചെയ്ത് ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് അസൂയാണ്. ആ അസൂയ തന്നെയാണെന്ന് കൂട്ടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള പോക്കൃത്തരം ചെയ്യുമ്പോൾ ആരായാലും വിളിച്ച് പറയും. അതിന് ജനങ്ങളോട് ദേഷ്യപ്പെടുകയല്ല. ഒരുപാട് യൂട്യൂബർമാർ നിങ്ങളെ എടുത്ത് അലക്കുന്നുണ്ട്, ഒരാളൊന്നുമല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തന്നെ കളഞ്ഞു കുളിക്കുകയാണ് നിങ്ങളുടെ ബല. പിന്നെ നിങ്ങൾ പുതിയ ഡ്രസ്സും മോഡേൺ ഷേപ്പൊക്കെ ആയിട്ട് നിങ്ങൾ ഇറങ്ങുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് ഞങ്ങളുടെ തെറ്റുകളൊന്നുമല്ല, ഇത് ഞങ്ങളാരും ചെയ്യാൻ പറഞ്ഞ് ചെയ്തതല്ല. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ഗർഭത്തിൻ്റെ കാര്യം എടുത്തിട്ടുകൊണ്ട് വന്നിരിക്കുന്നു. 22 വയസ്സുകാരനാണ്, 32 വയസ്സുകാരനാണ്, കാണിക്കടാ. പക്ഷെ അതിൻ്റെ ഒന്നും വ്യൂസ് പിന്നെ നമ്മുടെ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞത് ഇപ്പം നിങ്ങൾ വിവാദമായിരിക്കുകയാണ്. പിന്നെ വടപ്രശ്നത്തിൻ്റെ കാര്യം, വടപ്രശ്നത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇന്നലെ കണ്ടു, പക്ഷേ എനിക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, മനസ്സിലായില്ലേ? ഇതൊക്കെ ഓരോ ആളുകൾ അവിടുന്ന് ഇവിടുന്ന് ചിക്കിച്ചഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഇവിടുന്നൊക്കെ എടുത്തു കൊണ്ടിരുന്നതാണ്. ഇത് ഞങ്ങളാരും ഉണ്ടാക്കി പറയുന്നതല്ല, ഞങ്ങൾ നുണ പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ നുണ ഉണ്ടാക്കി പറയേണ്ട ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾ സെലിബ്രിറ്റിയാണ്. ഈ തുണിക്കടക്കാരനൊക്കെ അയാൾ ഒരു വലിയൊരു 50,000 രൂപയുടെ വലിയ പാവാട സാരിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ പേര് വേറെന്തൊരു പേര് പറഞ്ഞിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ 50,000 രൂപയുടെ ആ സാധനം അയാൾ എന്തൊരു ഇതായിട്ടാണ് ഉടുപ്പിക്കുന്നത്. രേണുവിൻ്റെ മുൻപിൽ കൂടി കൊണ്ടുവന്നിട്ട് 2 കൈ ഇട്ടിട്ട് ഇങ്ങനെ അയാൾ ഇത് പാകമാണല്ലേ. അപ്പോൾ കുറേ ഊടകളുള്ള മറ്റുള്ള തുണിക്കടക്ക അവിടെയുള്ള സ്റ്റാഫുകളാണെന്ന് തോന്നുന്നു. ഒക്കെ ഇരുന്ന് ചിരിക്കുന്ന ഒരു രംഗമൊക്കെ കണ്ട് ഞാൻ, മനസ്സിലായില്ലേ? എന്താ സെലിബ്രിറ്റിയാണ്. നിങ്ങളോട് നാളെ കൊല്ലം സുധി മരിച്ച ദിവസം ചോദിച്ചു, അതിൻ്റെ ഡേറ്റ് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. ഏതൊരു വ്യക്തിയായാലും ഏതൊരു ഭാര്യയായാലും അവരുടെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് അവരുടെ ഭർത്താവിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയണം. കാരണം നിങ്ങൾ സെലിബ്രിറ്റിയാണ്. സാധാരണ ഒരു വീട്ടിൽ കഴിയുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊന്നും ബാധകമല്ല, പ്രശ്നമല്ല. ഇതുപോലെ ഒന്നും ആരും ഇൻ്റർവ്യൂ ചെയ്യാൻ വരത്തുമില്ല, മനസ്സിലായില്ല? അപ്പോൾ നിങ്ങളെപ്പോലെ ഇങ്ങനെ ഈ ഡാൻസ് ബാർ അവളോടൊക്കെ സെലിബ്രിറ്റി ആയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ നടക്കുന്നത് നിങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയണം. അതെങ്കിൽ 2023, 2024, 2025, 2026 അങ്ങനെ പോയിട്ട് കാര്യമില്ല. 2022 എൻ്റെ കണക്ക് കൂട്ടിൽ സുധി മരിക്കുന്നത്. അത് മരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആക്സിഡൻ്റ് ആയിട്ട് ഒരാഴ്ച ഏറ്റവും ഈ സുധി ഹോസ്പിറ്റലിൽ കടന്നിട്ടാണ്. അതിൻ്റെ ശേഷമാണ് അയാൾ മരിക്കുന്നത്. ഈ സുധിയുടെ ഒപ്പം ബിനു അടിമാലി, അയാൾക്ക് കാര്യമായിട്ട് പരിക്കുണ്ടായിരുന്നു. പക്ഷേ അയാൾ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പിന്നെ ബിനു അടിമാലിയുടെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അയാൾ പിന്നെ ആശുപത്രി വിട്ടതായിട്ടാണ് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. അതല്ല വെറുതെ വായിക്ക് വരുന്ന കോതയ്ക്ക് വട്ടെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും 2022, 2023, 2024, 2025, 2026 കഴിഞ്ഞു, പിന്നൊന്നുമില്ല പറയാൻ. മനസ്സിലായില്ല? നിങ്ങൾ കുറേയൊക്കെ ഒന്ന് സംയോജനം വരിച്ചിട്ട് ആളുകളുടെ മുന്നിൽ നിങ്ങൾ പിടിച്ചു പറ്റണം. നിങ്ങളെ എല്ലാവരും എന്തിനാ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ പല പ്രാവശ്യവും പറയുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്.
നിങ്ങൾ സെലിബ്രിറ്റി ആകാനായിട്ട് പല അതിമുഖങ്ങളും കാണിക്കുന്നു, പല ബർമാടുകളും പല ജട്ടികളും ഷഡ്ഡികളും ഈ നിക്കറും വലിച്ചു വാരിയിടുന്നു. അവിടെ ഇവിടെ എത്താത്ത ചില മറ്റേ ബ്ലൗസും ഒക്കെ ഇട്ടിട്ടാണ് നിങ്ങൾ ഇറങ്ങി വരുന്നത്. നിങ്ങൾ നല്ല പ്രവർത്തിക്ക് ആൾക്കാർ അംഗീകരിക്കും. ഈ പറയുന്ന യൂട്യൂബേഴ്സും മാധ്യമങ്ങളും എല്ലാവരും അംഗീകരിക്കും. പക്ഷെ നിങ്ങളുടെ അതുപോലുള്ള വീഡിയോസും വേറെ ചില ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ പോലെ ഫേമസ് ആയിട്ടില്ല. ഇപ്പോൾ ഈ അടുത്തൊരുത്തി കണ്ടു, ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലായിരുന്നു, ഏതൊരു യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കണ്ടതാണ്. ഇതുപോലെ തന്നെ പിന്നെ ശരീരമൊക്കെ കാണിച്ചിട്ട് ഒരു ബർമാട പിന്നെ ഒരു ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഒരു സ്ത്രീ, ഒരു പെണ്ണ്, വലിയ പ്രായമൊന്നുമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചില ആളുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അവരുടെയൊക്കെ വെറൈറ്റി ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് രേണുസുതിയാണ്. കാരണം ഇപ്പോൾ ഫേമസ് ആയിട്ട് നിങ്ങൾ നല്ലോണം കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, യൂട്യൂബേഴ്സിനായാലും മറ്റുള്ള മാധ്യമങ്ങൾക്കായാലും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെ വിളിച്ച് ഒരു ചാനലുകാർ ഇൻ്റർവ്യൂ വരുമ്പോൾ നിങ്ങളുടെ ഈ നിങ്ങളുടെ ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്ന ഈ യൂട്യൂബർ തന്നെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതിന് പറയുന്ന മറുപടി എന്താണെന്നുള്ളത് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ കണ്ടതാണ്, എല്ലാവരും കണ്ടതാണ്. ശരിയെന്നാൽ ഓക്കെ, നിർത്തുന്നു. ബൈ.